Hello dears, welcome to another lecture of engineering mechanics. In this video, we are going to study about parallel axis theorem. We already discussed perpendicular axis theorem in the previous video. This parallel axis theorem is under the topic moment of inertia. We already knew the main theorems related to moment of inertia are perpendicular axis theorem and parallel axis theorem. This topic is under module 3 of engineering mechanics. These are the syllabus of module 3 from which we are going to study this parallel axis theorem under the topic moment of inertia. Parallel axis theorem. Perpendicular axis theorem നമ്മൾ എന്തിനായിരുന്നു പഠിച്ചിരുന്നത്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ട് ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സ് ആൻഡ് വൈ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ, a third axis which is z, which is mutually perpendicular to both x and y ആക്സിസിലെ ഈ മ്യൂച്വലി പെർപെൻഡിക്കുലറിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വന്നത്. അങ്ങനെയാണെങ്കിൽ പാരലൽ ആക്സിസ് തിയറം എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക? Parallel axis theorem is used to find moment of inertia of a parallel axis. Okay. This theorem is known as a transfer theorem and which is used to transfer the moment of inertia of one axis to other axis. These two axes should be parallel to each other and one of these axes must be the centroidal axis. ഇതാണ് ഇതിൻ്റെ പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ബേസിക് കൺസെപ്റ്റ്. എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, പാരലൽ ആക്സിസ് യൂസ് ചെയ്യുന്നത് ഒരു ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനാണ്. ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതാണ് ഇവർ പറയുന്നത്. കൺസിഡർ ചെയ്യുക, ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് നമ്മളെ കയ്യിൽ. റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡിലൂടെയുള്ള റെക്റ്റാങ്കിളിൻ്റെ സി ജി അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ്. ഈ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൻ്റെ പേരാണ് സെൻട്രോയിഡൽ ആക്സിസ്. അസ്യൂം ദാറ്റ് ജി ജി ഈസ് ദ സെൻട്രോയിഡൽ ആക്സിസ്. നമുക്ക് ഈ ജി ജിയിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ ജീൻ്റെ വാല്യൂ നമുക്കറിയാം. അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് 10 മീറ്റർ റേസ് ടു 4. മൊമെൻ്റ് ഓഫ് ഇനർഷ്യൻ്റെ യൂണിറ്റ് ഓൾവേസ് എന്താ വരിക? ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ്, മീറ്റർ ഓർ സെൻറ്റിമീറ്റർ ഓർ മില്ലിമീറ്റർ റേസ് ടു 4. എങ്ങനെ റേസ് ടു 4 ആൻസർ വരുന്നത്? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യൻ്റെ ഇക്വേഷൻ. ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, ഡിസ്റ്റൻസ് സ്ക്വയറിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണ് ഇതിന് എന്ത് വരുന്നത്? മീറ്റർ റേസ് ടു 4 എന്നുള്ള യൂണിറ്റ് വരുന്നത്. ഇവിടെ അതല്ല ആവശ്യം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സെൻട്രോയിഡിലൂടെ എൻ്റെ കയ്യിലൊരു റെക്റ്റാങ്കുലർ പീസ് ഉണ്ട്. ആ റെക്റ്റാങ്കുലർ പീസിൻ്റെ സെൻട്രോയിഡിലൂടെ അത് റൊട്ടേറ്റ് ചെയ്യാൻ, സെൻട്രോയിഡിലൂടെ ഒരു ആക്സിസ് ഉണ്ട്. അതിൻ്റെ സെൻട്രോയിഡ് ആക്സിസ് കൂടെ തന്നെ അതിനെ കറങ്ങാൻ വേണ്ട മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 10 മീറ്റർ റേസ് ടു 4 ആണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അതിൻ്റെ സെൻട്രോയിഡ് കൂടെ അല്ല ആ റെക്റ്റാങ്കിൾ കറക്കേണ്ടത്. ഈ ആക്സിസിന്, അതായത് സെൻട്രോയിഡൽ ആക്സിസിന് പാരലലായിട്ട് താഴെ ബോട്ടത്തിൽ വേറൊരു ആക്സിസ് ഉണ്ട്. എ ബി എന്നാണ് അതിൻ്റെ പേര്. എനിക്ക് ഈ റെക്റ്റാങ്കിളിനെ ഒന്നായിട്ട് എ ബി എന്നുള്ള ആക്സിസിനെ സെൻറ്ററാക്കിയിട്ട് അത് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, എ ബി എന്നുള്ള ആക്സിസിനെ സെൻറ്ററാക്കിയിട്ട് അത് റൊട്ടേറ്റ് ചെയ്യണം, പുറത്തു കൂടെ റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും ഒരു ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനുള്ള തിയറത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ ആക്സിസ് തിയറം. അതിന് രണ്ട് കണ്ടീഷനാണുള്ളത്. ആ 2 കണ്ടീഷനാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ ട്രാൻസ്ഫർ തിയറം. വി ക്യാൻ ട്രാൻസ്ഫർ ഈ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യനെ അതിൻ്റെ പാരലലായിട്ടുള്ള വേറൊരു ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദീസ് 2 ആക്സിസ് ഷുഡ് ബി പാരലൽ. ഒരു കണ്ടീഷനാണ് 2 ആക്സിസും എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. ആൻഡ് അതിൽ ഒരു ആക്സിസ് മസ്റ്റ് ബി സെൻട്രോയിഡൽ ആക്സിസ്. പാരലൽ ആയിരിക്കണം എന്ന് മാത്രമല്ല, അതിൽ ഒരു ആക്സിസ് എന്ന് പറയുന്നത് സെൻട്രോയിഡ് കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആയിരിക്കണം. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ സെൻട്രോയിഡ് കൂടെയുള്ള ആക്സിസാണ് ജി എന്ന് പറഞ്ഞു. എനിക്ക് ഈ എ ബി എന്ന് പറഞ്ഞ ആക്സിസ് അങ്ങനെയല്ല നിൽക്കുന്നത്. എനിക്ക് ഇങ്ങനെയുള്ളൊരു ആക്സിസാണുള്ളത്, സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്സിസ്. ഈ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? പാരലൽ ആക്സിസ് പറ്റില്ല. കാരണം എന്താ? ഇറ്റ് ഷുഡ് ബി പാരലൽ ടു ദ സെൻട്രോയിഡൽ ആക്സിസ്. ഇനിയിപ്പോൾ നമുക്ക് സെൻട്രോയിഡിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അറിയില്ല.
നമുക്ക് ആകെ സി ഡിയിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എ ബിയിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അറിയുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കറിയുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ആ ഫിഗറിൻ്റെ സെൻറ്ററോട് കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കണം. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പാരലലും ആയിരിക്കണം. നമുക്കറിയുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സെൻറ്ററോട് കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് പാരലൽ ആക്സിസ് തിയറം ടു ഫൈൻഡ് ഔട്ട് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ലൈൻ. എങ്ങനെ? ഐ എ ബി ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്സിസ് ഇവിടെതാ എ ബി എന്ന് പറഞ്ഞ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ. ഐ ജി എന്ന് പറയുന്നത് സെൻറ്ററോട് കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ദാറ്റ് ഈസ് 10 പ്ലസ് എ എച്ച് സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഫിഗറാണോ തന്നത് അതിൻ്റെ ഏരിയ ഇൻറ്റു എച്ച് സ്ക്വയർ. എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രോയിഡൽ ആക്സിസ് ആൻഡ് ദ മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ട ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എച്ച് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. കാരണം മൊമെൻ്റ് ഓഫ് ഇനർഷ്യൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നതിൻ്റെ ബേസിക് ഇക്വേഷനാണ് പാരലൽ ആക്സിസ് തിയറം. ഇതിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ്, ഈ ഇക്വേഷൻ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇഫ് ഐ ജി, എന്താണ് ഐ ജി? is the moment of inertia of the plane area A about its centroidal axis. Ig is the moment of inertia of centroidal axis of an area A. Then the moment of inertia, അങ്ങനെയാണെങ്കിൽ then the moment of inertia about any axis AB, ഏതെങ്കിലും ഒരു ആക്സിസ് എ ബി, അതിൻ്റെ കണ്ടീഷനാണ് വിച്ച് ഈസ് പാരലൽ ടു ദ സെൻട്രോയിഡൽ ആക്സിസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിസ് വിച്ച് ഈസ് പാരലൽ ടു എ ബി ആക്സിസ് at a distance h from the centroidal axis. സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസ് ദൂരമുള്ള ഒരു ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഐ എ ബി ഇസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ. ഈ ഇക്വേഷനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയതാണ്. അതിൻ്റെ ഡെഫിനിഷൻ കൂടുതലൊന്നുമില്ല. ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇതൊരു സർക്കിളാണ്. ബ്യൂട്ടിഫുൾ സർക്കിൾ. സർക്കിളിൻ്റെ സെൻട്രോയിഡിലൂടെയുള്ള, സെൻട്രോയിഡ് എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ്. സെൻട്രോയിഡിലൂടെയുള്ള ഒരു ആക്സിസാണ് ഇത്. സെൻട്രോയിഡിലൂടെയുള്ള ആക്സിസിൻ്റെ പേരാണ് സെൻട്രോയിഡൽ ആക്സിസ്. ജി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഈ ആക്സിസിന് പാരലലായിട്ട് വേറൊരു ആക്സിസ് ഉണ്ട് ഇവിടെ. ജി എന്ന് പറഞ്ഞ ആക്സിസിന് പാരലലായിട്ട് എ ബി എന്ന് പറഞ്ഞൊരു ആക്സിസ് ഉണ്ട്. നമുക്കിതിൻ്റെ പാരലൽ ആക്സിസ് തിയറം യൂസ്, ഐ ജിൻ്റെ വാല്യൂ നമുക്കറിയാം. ഐ ജി ഈസ് ഈക്വൽ ടു 20 ആണെന്ന് വിചാരിക്കുക. 20 m/4. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ എ ബി എന്താ വരിക? ഐ എ ബി ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് ഏരിയ ഇൻറ്റു, ഏരിയ എന്ന് പറയുന്നത് ആരെ ഏരിയ? ഈ സർക്കുലറിൻ്റെ ഏരിയ ഇൻറ്റു എച്ച് സ്ക്വയർ. എച്ച് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യണത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്സിസും സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് വിചാരിച്ചോ. നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്ത് ചെയ്താൽ മതി? ഐ ജി പ്ലസ് ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പം നമ്മളുടെ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് പാരലലായിട്ട് എവിടെ ആക്സിസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. ജി എന്ന് പറഞ്ഞ സെൻട്രോയിഡൽ ആക്സിസ്. ഇനി നമ്മളുടെ ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വിചാരിക്കുക. ഈ ആക്സിസിന് പാരലലായിട്ട് എവിടെ ആക്സിസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ നമ്മളോട് പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ മാത്രം പിന്നെ ഈ 3 പോയിൻ്റ് എഴുതിയോണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടണമെന്നില്ല. അതിനൊരു ചെറിയൊരു ഫിഗർ ഉണ്ട്. നമ്മളെല്ലാവരും എൻജിനീയേഴ്സ് ആയതുകൊണ്ട് വെറുതെ പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ഒരു പ്രൂഫുണ്ട്. പ്രൂഫ് ഭയങ്കര സിമ്പിളാണ്. നിങ്ങളൊന്ന് ഈ ഫിഗർ ശ്രദ്ധിക്കുക, പെട്ടെന്ന് മനസ്സിലാവുന്ന പ്രൂഫാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ ഇപ്പോൾ ഡെഫിനേഷൻ എഴുതിയാൽ നിങ്ങൾ കൂടെ വരക്കേണ്ട ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ എലമെൻ്റൽ ഏരിയ കൺസിഡർ ചെയ്തു.
ഒരു ഇറഗുലർ ഏരിയ കൺസിഡർ ചെയ്തു. ഇറഗുലർ ഏരിയയിൽ ഒരു എലമെൻ്റൽ ഏരിയ കൺസിഡർ ചെയ്തു. ഈ ഫിഗർ വേണമെങ്കിൽ നമുക്കൊന്ന് മാനുവലായിട്ട് വരക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രിൻറ്റഡ് ഫിഗർ നോക്കിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സർക്കിളോ റെക്റ്റാങ്കിളോ എടുക്കാൻ പാടില്ല. പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഇറഗുലർ ഏരിയ കൺസിഡർ ചെയ്തിട്ട് വേണം പ്രൂവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കൺസിഡർ ആൻ ഇറഗുലർ ഏരിയ ഓഫ് ക്യാപിറ്റൽ എ ആണ് അതിൻ്റെ ഏരിയ എന്ന് വെക്കുക. ഇതിൻ്റെ സെൻട്രോഡ് എന്ന് പറയുന്ന പോയിൻ്റാണ് ഇത്. സെൻട്രോഡ് കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ജി എന്ന് പറഞ്ഞ ആക്സിസ്. സെൻട്രോഡ് കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്. കൺസിഡർ ഇനിയിപ്പോൾ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ ഒരു ഏരിയ റെക്റ്റാങ്കുലർ എന്നല്ല, ഈ ഒരു ഇറഗുലർ ഏരിയ, അതിൻ്റെ സെൻട്രോഡ് കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ജി. ആ ജിയിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ദാറ്റ് ഈസ് IG എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി നോൺ ആണ്. ഈ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് പക്ഷേ വേണ്ടത് അതല്ല. ഈ ആക്സിസിന് പാരലായിട്ട് ഏറ്റവും ബോട്ടത്തിൽ AB എന്ന് പറഞ്ഞൊരു ആക്സിസ് ഉണ്ട്. ഈ ജിയും ഈ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, വിച്ച് ഈസ് H. നമുക്ക് ഈ ആക്സിസിന് ചുറ്റും നമ്മൾ ഈ ഇറഗുലർ ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് IABൻ്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് അറിയുന്ന വാല്യൂ ആണ് IG, നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ് IAB. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് ആകുമ്പോൾ ഇറഗുലർ ഏരിയയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഒരു സ്മോൾ എലമെൻ്റൽ ഏരിയ കൺസിഡർ ചെയ്യും, ഒരു ചെറിയ കുഞ്ഞ് ഏരിയ കൺസിഡർ ചെയ്യും. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് DA ആയിരിക്കും, സ്മോൾ എലമെൻ്റൽ ഏരിയ. എന്നിട്ട് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഈ എലമെൻ്റൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തത് സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നും ഒരു Y ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. സെൻട്രോയിഡൽ ആക്സിസും നമ്മൾ കൺസിഡർ ചെയ്ത എലമെൻ്റൽ ഏരിയൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു സ്മോൾ ലെറ്റർ Y ആണ്. ക്ലിയർ അല്ലേ? ഡൗട്ടില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കണേ, ഈ എലമെൻ്റൽ ഏരിയ G എന്ന് പറഞ്ഞ ആക്സിസിൽ, അതായത് ഫുൾ ഇറഗുലർ ഏരിയൻ്റെ സെൻട്രോയിഡൽ ആക്സിസിൽ ഉണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കുക? IG എന്ന് പറയുന്നത് എത്രയായിരിക്കും? ചെറിയ ഏരിയയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനർഷ്യൻ്റെ ഇക്വേഷൻ എന്താ? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. നമുക്കറിയുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ചെറിയ ഏരിയ ഈ G ആക്സിസിൽ ഉണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അതേപോലെ ഈ ചെറിയ ഏരിയ AB എന്ന് പറഞ്ഞ ഈ ബോട്ടത്തിലുള്ള ആക്സിസിൽ ഉണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ചെറിയ ഏരിയ എടുത്തു. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. ഏരിയ എന്ന് പറയുന്നത് DA ആണ്. DA ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ഏരിയൻ്റെ സെൻട്രോയിഡും കണ്ടുപിടിക്കേണ്ട ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് Y സ്ക്വയർ. DA ഇൻറ്റു Y സ്ക്വയർ. ഈ ഒരു ചെറിയ ഏരിയ ഉണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് അത്. അപ്പോൾ വലിയ ഏരിയ ഉണ്ടാക്കുന്നത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇനി ആ ചെറിയ എലമെൻ്റൽ ഏരിയ AB എന്ന് പറഞ്ഞ ആക്സിസിൽ ഉണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കുക? ചെറിയ ഏരിയയാണ്. ചെറിയ ഏരിയൻ്റെ ഏരിയ എന്ന് പറയുന്നത് DA ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് DA ആണ്, ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? ഈ ചെറിയ ഏരിയ ഈ താഴത്തെ AB എന്ന് പറഞ്ഞ ആക്സിസിൽ ഉണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ഇവിടെ തൊട്ട് ഇവിടെ വരെ നമുക്ക് Y ഉണ്ട്, ഇവിടെ തൊട്ട് ഇവിടെ വരെ നമുക്ക് H ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Y പ്ലസ് H ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ആ സ്മോൾ എലമെൻ്റൽ ഏരിയ ഉണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് DA ഇൻറ്റു Y പ്ലസ് H സ്ക്വയർ. പക്ഷെ നമുക്ക് സ്മോൾ എലമെൻ്റൽ ഏരിയൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് ആ ഫുൾ ഈ എൻ്റയർ ഇറഗുലർ ഏരിയൻ്റെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ് ചെയ്തു. എല്ലാ പ്രാവശ്യവും നമ്മൾ പ്രൂഫൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക അല്ലേ? ഇറഗുലർ ഏരിയ എടുക്കും, സ്മോൾ എലമെൻ്റൽ ഏരിയ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും.
ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. ഡി എ ഇൻറ്റു വൈ പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താ വരിക? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് 2yh പ്ലസ് എച്ച് സ്ക്വയർ അല്ലേ? വൈ പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്ത്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ്റെ ബേസിൽ നമ്മൾ ഈ വൈ പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്തതാണ് വൈ സ്ക്വയർ പ്ലസ് 2yh പ്ലസ് എച്ച് സ്ക്വയർ. ഒന്നുകൂടി നമ്മൾ വൃത്തിക്ക് എഴുതി. IAB is equal to integral y square plus 2yh plus h square into dA. നമ്മൾ അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ പ്ലസ് ഇൻ്റഗ്രൽ 2yh ഡി എ പ്ലസ് ഇൻ്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എ. ക്ലിയർ അല്ലേ? ഡൗട്ടില്ലല്ലോ. ഇതിൽ ഈ ഫസ്റ്റത്തെ ടേം എന്താ? ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ഈ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ ഐ ജി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എ ഇൻറ്റു വൈ സ്ക്വയർ എന്തായിരുന്നു? ആ ഫുൾ ഏരിയ സെൻട്രോയിഡിൽ ഉണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് എന്ത്? ഇൻ്റഗ്രൽ ഡി എ ഇൻറ്റു വൈ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? ഐ ജി എന്ന് എഴുതാം. ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്ന് പറയുന്നത് ഐ ജി പ്ലസ് ഈ സെൻറ്ററിലുള്ള ടേം അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടേം നോക്കാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എ. എച്ച് സ്ക്വയർ ഡി എനെ നമുക്ക് എന്തെഴുതാം? എച്ച് സ്ക്വയർ എന്ന് പറയുന്നതിനെ പുറത്തെടുത്തു. കാരണം എച്ച് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഡി എ ഈ സെൻറ്ററിലുള്ള ടേമിൽ 2 കോൺസ്റ്റൻ്റ് ആണ്, എച്ച് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2hനെ പുറത്തെടുത്തു. ഇൻ്റഗ്രൽ വൈ ഡി എ. ക്ലിയർ അല്ലേ? ഒന്നും കൂടി എടുത്തെഴുതി. ദാറ്റ് ഈസ് ഐ എ ബി ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് ഒന്നുകൂടി എടുത്തെഴുതാണ് ഐ ജി പ്ലസ് 2h ഇൻറ്റു വൈ ഡി എ പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എ. നേരത്തെ അതേ ഇക്വേഷൻ തന്നെയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഐ ജീനെ ഐ ജി തന്നെ എഴുതി. ഈ ഒരു ടേം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിൽക്കട്ടെ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എ എന്താ വരിക? എച്ച് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, എച്ച് സ്ക്വയർ എടുത്തു. ഇൻ്റഗ്രൽ ഡി എ ആ ചെറിയ എലമെൻ്റൽ ഏരിയനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വലിയ എലമെൻറ്റ് ടോട്ടൽ ഏരിയ കിട്ടും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ. സെൻറ്ററിലുള്ള ടേമിൻ്റെ വാല്യൂ 0 ആണ് വരിക. അപ്പോഴല്ലേ നമുക്ക് ഐ എ ബി ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ എന്നുള്ള നമ്മളുടെ ഇക്വേഷൻ കിട്ടുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഐ എ ബി ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ ആണല്ലോ. അതിൽ ഇവിടെ ഐ എ ബി ഉണ്ട്, ഇത് ഐ ജി ആണ്, നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇത് എ ഇൻറ്റു എച്ച് സ്ക്വയർ ആണെന്ന് അറിയാം. ഈ ടേം ദാറ്റ് ഈസ് 2h ഇൻറ്റു ഇൻ്റഗ്രൽ വൈ ഡി എൻ്റെ വാല്യൂ 0 ആണ് വരിക. അതെങ്ങനെ 0 വന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആ ഒരു ടേം മാത്രം എങ്ങനെ 0 വന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 2h ഇൻറ്റു ഇൻ്റഗ്രൽ വൈ ഡി എൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മളുടെ ഫിഗർ വേണം. സെൻട്രോയിഡൽ ആക്സിസ്, ഇത് എ ബി എന്ന് പറഞ്ഞ ആക്സിസ്, ഇത് സെൻട്രോയിഡൽ ആക്സിസ്, ഇവിടെ സ്മോൾ എലമെൻ്റൽ ഏരിയ ഉണ്ട്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? വൈ. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. നമുക്ക് വേണ്ടത് ഇൻ്റഗ്രൽ വൈ ഇൻറ്റു ഡി എ. ഇൻ്റഗ്രൽ വൈ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താ? ശ്രദ്ധിക്കുക, 2h ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഈ വൈ ഡി എയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വൈ എന്ന് പറയുന്നത് എന്താ? വൈ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നമ്മൾ കൺസിഡർ ചെയ്ത ചെറിയ ഏരിയൻ്റെ സെൻട്രോയിഡും
നമ്മളുടെ ഒറിജിനൽ ഫിഗറിൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? y എന്ന് പറയുന്നത്. കൺസിഡർ ചെയ്ത ചെറിയ എലമെൻ്റൽ ഏരിയൻ്റെ സെൻട്രോയിഡും ഒറിജിനൽ ഫിഗറിൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് y. ആ y ഇൻറ്റു അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് ഇൻറ്റു ഡി എ ആണ് നമ്മൾ ഇൻ്റഗ്രൽ. ഇനി നമ്മൾ അതിന് എന്ത് ചെയ്യണ്ടേ? ഇൻ്റഗ്രേറ്റ് ചെയ്യണ്ടേ. ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ മീനിങ് എന്താ? ഈ ചെറിയ ഏരിയനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വലിയ ഏരിയ ആക്കും. അപ്പോൾ ആദ്യം കുറച്ച് വലിയ ഏരിയ ആക്കുമ്പോൾ അതിൻ്റെ സെൻട്രോയിഡ് ഇവിടെ എത്തി. ഇതും ഒറിജിനൽ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതായി. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മളുടെ ചെറിയ ഏരിയ എന്താവും? ഒറിജിനൽ ഏരിയൻ്റെ അതേ സൈസാവും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നതും ഒറിജിനൽ ഏരിയ എന്ന് പറയുന്നതും സെയിം ആവും. അപ്പോൾ രണ്ടിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് സെയിം പോയിന്റിലായിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. ഈ ടേം എന്തായിരിക്കും? 0. ശ്രദ്ധിക്കുക, y എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയൻ്റെ സെൻട്രോയിഡും ഒറിജിനൽ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് കറക്റ്റാണ്. പക്ഷേ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ y d എന്ന് പറയുമ്പോൾ ഈ ഏരിയ ചെറുതാവില്ല. ഈ ഏരിയ അങ്ങനെ വലുതായി നമ്മൾ കൺസിഡർ ചെയ്ത ഏരിയൻ്റെ അതേ സൈസാവും. അപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഏരിയൻ്റെ അതേ സൈസാവുമ്പോൾ രണ്ടിൻ്റെ സെൻട്രോയിഡ് വിൽ ബി ഇൻ ദ സെയിം പോയിൻറ്റ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രോയിഡ് ഈസ് ഈക്വൽ ടു 0. ദെർഫോർ ദ ടേം ഇൻ y d a ഈസ് ഈക്വൽ ടു 0. ഹെൻസ് ദ പ്രൂഫ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ടെൻഷൻ ആവാനൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഈ ഫിഗർ വരച്ചതിന് ശേഷം സ്മോൾ എലമെൻ്റൽ ഏരിയ കൺസിഡർ ചെയ്തിട്ട് ആദ്യം IG കണ്ടുപിടിക്കുക. പിന്നെ IABൻ്റെ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ഈ y പ്ലസ് h ഹോൾ സ്ക്വയർ എന്നുള്ള ടേമിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഫൈനൽ എക്സ്പാൻഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ അറിയുന്ന ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഈ സെൻറ്ററിലുള്ള ടേം എങ്ങനെയാണ് 0 ആയത് ആരോടും പറയണ്ട. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യം ഒന്നുമില്ല. ഈ 2 സ്റ്റെപ്പ് IGൻ്റെ വാല്യൂവും IAൻ്റെ ഇക്വേഷനും എഴുതുക. എന്നിട്ട് ഈ y പ്ലസ് h ഹോൾ സ്ക്വയറിന് എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഫൈനൽ ആൻസർ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 3 മാർക്കിന് പാരലൽ ആക്സിസ് തിയറം ചോദിച്ചാലും 5 മാർക്കിന് പാരലൽ ആക്സിസ് തിയറം ചോദിച്ചാലും നിങ്ങൾ അതിൻ്റെ പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഡെഫിനിഷൻ എഴുതണം, അതിൻ്റെ ഇക്വേഷൻ എഴുതണം, ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഫിഗർ വരക്കണം. ഈ ഫിഗർ വരക്കണം. എന്നിട്ട് കുറച്ച് IGൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, IABൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഫൈനൽ ഇക്വേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് പക്കയാണ്. ഓക്കെ, 3 മാർക്കിന് ചോദിച്ചാലും 5-ന് ചോദിച്ചാലും ഇത് കംപ്ലീറ്റ് എഴുതണം. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് പാരലൽ ആക്സിസ് തിയറം. If you want to get other videos from this moment of inertia module, you have to subscribe this channel. Okay, thank you.